ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. പ്രതാപൻ പറയുകയാണ്, ഞാനേ ചേച്ചിയുടെ ശിഷ്യനായാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അതേസമയം പാറു മുകളിലേക്ക് വരുന്നത് കണ്ടിട്ട് പ്രതാപൻ പറയുകയാണ്, ചേച്ചി ദേ അവള് വരുന്നുണ്ട്, ഇവൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നത് എന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, ചേച്ചി എങ്ങനെയെങ്കിലും അവളെ തടയാൻ നോക്ക്. അതേസമയം പാറു അങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രഭാവതി പറയുകയാണ്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ അച്ഛൻ്റെ ഗുളികയൊക്കെ എടുത്തു കൊടുക്കാൻ. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഗോപിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ. പിന്നെയും നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? മരുന്ന് കൊടുക്കാനാമേ, മരുന്ന് കഴിക്കാൻ അച്ഛന് വലിയ മടിയാണ്. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, ഇന്ന് ഗോപിയേട്ടന് ഞാൻ മരുന്ന് കൊടുത്തോളാം. അമ്മേ, അച്ഛന് മരുന്ന് കഴിക്കാൻ വലിയ മടിയാണ്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ അസുഖം മാറില്ല. ഞാൻ കൊടുത്തോളാം. മരുന്ന് കൊടുക്കാൻ മാത്രം അമ്മ സമ്മതിച്ചാൽ മതിയെന്ന് പാറു പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, ചേച്ചി അവള് പറയുന്നത് കേട്ടില്ലേ? ചേച്ചി കൊടുത്ത അളിയൻ മരുന്ന് കഴിക്കില്ലെന്ന്. എന്തെങ്കിലും അവസരങ്ങളൊക്കെ മുതലാക്കി എങ്ങനെയെങ്കിലും അളിയന്റെ അടുത്തേക്ക് ചെല്ലണം, അളിയനെ എങ്ങനെയെങ്കിലും കൊല്ലണം. അതാ ഇവളുടെ ഉദ്ദേശം. നിന്റെ തനിനിറം മനസ്സിലായത് കൊണ്ട് തന്നെയാ ഞങ്ങളിവിടെ ഹോം നഴ്സിനെ വെച്ചത്. അയാളെ അയാളുടെ ഡ്യൂട്ടി തുടങ്ങി കഴിഞ്ഞെന്ന് പ്രതാപൻ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു. പ്രതാപൻ സാർ എന്താ പറഞ്ഞത്? ഹോം നഴ്സോ? അതെ, ഹോം നഴ്സ് വരികയും ചെയ്തു, അയാളുടെ ഡ്യൂട്ടി തുടങ്ങുകയും ചെയ്തു എന്ന് പ്രതാപൻ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു. അതേസമയം ആ ഹോം നഴ്സ് ഗോപിനാഥിന്റെ കൈത്തണ്ടയിലേക്ക് ആ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഗോപിനാഥിന്റെ മുറിയിലേക്ക് പോകാൻ പാറു ശ്രമിക്കുമ്പോൾ പ്രതാപനും പ്രഭാവതിയും ചേർന്ന് പാറുവിനെ തടയാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരെ രണ്ടിനെയും തള്ളിമാറ്റി പാറു മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഗോപിനാഥിന്റെ കയ്യിലേക്ക് ബലമായി മരുന്ന് കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ആ ഹോം നഴ്സിനെയാണ്. തുടർന്ന് പാറു പെട്ടെന്ന് തന്നെ ചെന്ന് അയാളുടെ കയ്യിൽ നിന്നും ആ സിറിഞ്ച് തട്ടി മാറ്റുകയാണ്. ഇത് കണ്ടുകൊണ്ടുവരുന്ന പ്രഭാവതി പറയുകയാണ്, അതിവിടുത്തെ അടുക്കളക്കാരിയാടോ, അവളുടെ ചെവിക്കല്ല് നോക്കി രണ്ടെണ്ണം കൊടുക്കാൻ നോക്ക്. ഇത് കേൾക്കുന്ന അയാള്, നീ എന്താടി ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് പാറുവിനെ തല്ലാനൊരുങ്ങുമ്പോൾ പാറു അയാളുടെ കൈ തടഞ്ഞിട്ട് പറയുകയാണ്, അതെ, ചട്ടകം പിടിക്കുന്ന കയ്യാ, രണ്ടെണ്ണം കിട്ടിയാലേ നല്ല ചൂടുണ്ടാകും. തുടർന്ന് പാറു പ്രഭാവതിയോട് ദേഷ്യത്തിൽ പറയുകയാണ്, അച്ഛൻ്റെ ഡോക്ടർ തന്ന കുറിപ്പടിയിൽ കുത്തിവെക്കാനുള്ള മരുന്നുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഗുളികകൾ മാത്രമാണല്ലോ ഡോക്ടർ എഴുതി തന്നത്, പിന്നെ എന്തിനാ ഇപ്പോൾ ഇത് കുത്തിവെക്കുന്നത്? അതെന്തിനാടി നീ അറിയുന്നത് എന്ന് പ്രതാപൻ ചോദിക്കുന്നു. വേണ്ട പ്രതാപ, അവളുടെ ഒരു സംശയമല്ലേ, മറുപടി പറയാതെ നമ്മളോടക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിലേ ഇവളെല്ലാവരോടും പറയാൻ പോകുന്ന കഥ വേറെ ആയിരിക്കും. തുടർന്ന് പ്രഭാവതി തന്റെ ഫോൺ പാറുവിന് നേരെ നീട്ടിയിട്ട് പറയുകയാണ്, ദാ ഇത് ഡോക്ടറുടെ നമ്പറാണ്, നീ തന്നെ വിളിച്ച് ചോദിക്ക് ഇതെന്തിനുള്ള മരുന്നാണെന്ന്. ഒരു ഹോം നഴ്സേ വീട്ടിലേക്ക് വരുമ്പോൾ അയാള് ആ പേഷ്യന്റിന്റെ ഡോക്ടറെ വിളിച്ചാ സംസാരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു കൊടുത്ത മരുന്നാ ഇയാളിപ്പോ കുത്തിവെക്കാൻ ശ്രമിച്ചത്. 20,350 രൂപയുടെ ഇഞ്ചക്ഷൻ അത്, ഈ കാരണം കാശ് പോയി കിട്ടിയെന്ന് പ്രതാപനും പറയുന്നു. എന്താടി നോക്കി നിൽക്കുന്നത്, ഇറങ്ങിപ്പോടിയെന്ന് പ്രഭാവതി പറയുമ്പോൾ പോകരുതെന്ന് തലകൊണ്ട് കാണിക്കുകയാണ് ഗോപിനാഥൻ. തുടർന്ന് പാറു പ്രഭാവതിയോട് പറയുകയാണ്, ഞാൻ പോകില്ല. ഒന്നെങ്കിൽ ഇയാൾ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ വിശാൽ സാർ ഇവിടെ വരണം, എന്നിട്ട് തീരുമാനിക്കാം ഞാൻ പോകണോ വേണ്ടിയോ എന്ന്. ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുകയാണ്, ചേച്ചി പറയുന്നത് നിനക്കനുസരിക്കാൻ വയ്യല്ലേ, എന്ത് ധിക്കാരമാ നിനക്ക്? ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, ഇത് ധിക്കാരമല്ല, അധികാരമാണ്. ഈ കുടുംബത്തിൽ എന്ത് നടക്കണം നടക്കരുത് എന്ന് പറയാനുള്ള അധികാരം അതെനിക്കാ ഉള്ളത്. ഇയാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിലേ ഇവിടെ നടക്കാൻ പോകുന്ന കഥയെ വേറെ ആയിരിക്കും. ഇത് കേൾക്കുന്ന ഹോം നഴ്സ് മനസ്സിൽ പറയുകയാണ്, ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയുള്ള കാര്യമല്ല, പതിയെ മുങ്ങാം. അത് പറഞ്ഞിട്ട് ആ ഹോം നഴ്സ് പ്രഭാവതിയോട് പറയുകയാണ്, മേഡം, ഇത്രയും അധികാരമുള്ള ഒരാൾ പറയുമ്പോൾ ഞാൻ ഇനിയും ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. തുടർന്ന് ആ മരുന്നും സിറിഞ്ചും കയ്യിലേക്ക് എടുത്തിട്ട് പ്രഭാവതി പറയുകയാണ്, ഇതിനെ നീ അനുഭവിക്കും കണ്ടോ, പറയുന്നതേ പ്രഭാവതിയാണ്, ഇതിൽ കൂടുതൽ ഇനി എന്ത് അനുഭവിക്കാനാണെന്ന് പാറു പറയുമ്പോൾ പ്രതാപനെ കൂട്ടിക്കൊണ്ട് പ്രഭാവതി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഗോപിനാഥന്റെ അരികിലേക്ക് ഇരുന്നിട്ട് പാറു പറയുകയാണ്, അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛന്റെ ജീവന് കാവലായിട്ട് ഞാനുണ്ടാകും. അത്രയും പറഞ്ഞ് പാറു ഗോപിനാഥന് മരുന്നെടുത്ത് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. വിശാലിന്റെ ഫോണിലേക്ക് പല്ലവി വിളിക്കുകയാണ്. തുടർന്ന് പല്ലവി പാറുവിന് ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ പാറുവിനോട് പല്ലവി പറയുകയാണ്, മുത്തശ്ശന് തീരെ സുഖമില്ല, നിന്നെ വിളിച്ചറിയിക്കാമെന്ന് വെച്ചാ എനിക്ക് ഫോൺ പോലും ഇല്ലല്ലോ, പിന്നെ ഞാനിപ്പോ സുരഭിയോട് കെഞ്ചിയാണ് ഫോൺ വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് പല്ലവി കോള് കട്ട് ചെയ്യുകയാണ്. പാർവതി എന്തു പറ്റിയെന്ന് വിശാല് ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അത് പിന്നെ മുത്തശ്ശന് ഒട്ടും വയ്യെന്ന്, ഉത്സവ തിരക്കൊക്കെ കാരണം മുത്തശ്ശന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ലെന്നാ പല്ലവി പറയുന്നത്. എന്താടോ തനിക്ക് അങ്ങോട്ടേക്ക് പോകണോ എന്ന് വിശാല് ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, വേണ്ട, ആദ്യം അച്ഛനൊന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ, എന്നിട്ട് മതി. തുടർന്ന് പാറു ഗോപിനാഥിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, അച്ഛാ, എൻ്റെ പേരുള്ള സ്വത്തെല്ലാം ഞാൻ അമ്മയുടെ പേരിലേക്ക് എഴുതി കൊടുക്കട്ടെ, അപ്പോൾ പിന്നെ ഇവിടെ സമാധാനം ഉണ്ടാകുമല്ലോ, എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട, അച്ഛൻ ജീവനോടെ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായാൽ മാത്രം മതി. ഇത്രയും പറഞ്ഞ് പാറു അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിപിന്റെ കയ്യിലേക്ക്
കുറച്ച് പൈസ കൊടുത്ത് പല്ലവിക്ക് ഫോൺ വാങ്ങിക്കൊടുക്കാൻ പറയുകയാണ് പാറു. അതിനെന്താ ഏട്ടത്തിയമ്മേ, ഉടനെ തന്നെ ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് വിപിൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെ ആണ്. പ്രഭാവതിയുടെ പ്ലാൻ പാളിപ്പോയതില് ജാസ്മിൻ പ്രഭാവതിയെ പരിഹസിക്കുകയാണ്. ഏതെങ്കിലും ഒരു ടിപ്പർ ലോറിക്കാരനോട് പറഞ്ഞാലേ ആ പാർവതിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിക്കൊള്ളുമെന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അങ്ങനെ അവളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനൊന്നും എന്നെ കൊണ്ടാകില്ല. എനിക്ക് എൻ്റെതായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. എന്ത് കൃത്യസമയത്താണെന്നറിയുമോ അവൾ കയറി വന്നത്? ആ ഹോം നേഴ്സ് അളിയന്റെ കയ്യിലേക്ക് ആ സിറിഞ്ച് കുത്തിവെക്കാൻ പോവുകയായിരുന്നു. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, ഒരുപക്ഷെ ആരെങ്കിലും അവളെ പറഞ്ഞു വിട്ടതാണെങ്കിലോ? ഇത് കേൾക്കുന്ന ജാസ്മിൻ ചോദിക്കുകയാണ്, ആര്? ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.